നമ്പർ 1 കേരളം എന്നെല്ലാവരും പറയാറുണ്ട്. അങ്ങനെ തള്ളിമറിക്കുന്ന മലയാളികളും വിശിഷ്യ കമ്മ്യൂണിസ്റ്റുകാരും കേൾക്കേണ്ടുന്ന ഒരു കണക്ക് വളരെ കൗതുകരമാണ്, അറിഞ്ഞിരിക്കണം എല്ലാവരും. അതായത് കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ മമതാ ബാനർജിയുടെ ഭരണകാലത്ത് ബംഗാളിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട കമ്പനികളുടെ എണ്ണം രാജ്യസഭയിലെ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് 6688. അത് ഈ കമ്പനികൾ എന്ത് ചെയ്തു ബംഗാളിൽ നിന്ന് ഓടി എങ്ങോട്ട് പോയി എന്ന് കണക്ക് പറയുന്നുണ്ട്. അതിൽ 1308 കമ്പനികളും കൊടൂര സംഖ്യകൾ ഭരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് പോയി. പിന്നെ ഡൽഹിയിൽ 129, പിന്നെ യോഗി ആദിത്യനാഥ് എന്നുള്ള കൊടുംഭീകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഉത്തർപ്രദേശിലേക്ക് 879, ഛത്തീസ്ഗഡിലേക്ക് 511, പിന്നെ ഹിന്ദുത്വത്തിൻ്റെ കേന്ദ്ര ഭൂമി ഗുജറാത്ത് അവിടെ 423, രാജസ്ഥാനിൽ 333. എന്നാൽ ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നൊക്കെ മേനി നടക്കുന്ന കേരളത്തിലേക്ക് ആരും വന്നില്ല. എന്താണ് ബംഗാളിൽ നിന്നോടിയ കമ്പനികൾ കേരളത്തിലേക്ക് വരാൻ മടിച്ചത്, ഭയപ്പെട്ടത്, പിന്മാറിയത്? അതായത് ഇത് വളരെ റിവീലിംഗ് ആയൊരു കണക്കാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ബംഗാളിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബംഗാളിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ തന്നെയാണ് മമതയുടെ ഗുണ്ടകളായി മാറിയത്. അവർ പാർട്ടി മാറി എന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ സ്വഭാവം മാറ്റിയിട്ടില്ല. ആ സ്വഭാവം മാറ്റരുത് എന്ന് മമതക്ക് നിർബന്ധമുണ്ട്, എങ്കിലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. മമതയുടെ ഒരു കാര്യം അതാണ്. കാരണം മമതയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മമത ഒരു ഭരണാധികാരിയായിട്ട് ഇനിയും മാറിയിട്ടില്ല. തെരുവിലെ പോരാളിയായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ തെരുവിലെ പോരാളിയിൽ നിന്നും ഭരണാധികാരിയിലേക്കൊരു മാറ്റമുണ്ട്. ആ മാറ്റം മമത ഒരിക്കലും ഉൾക്കൊണ്ടിട്ടില്ല. അതാണ് മമതയുടെ ഏറ്റവും വലിയ പ്രോബ്ലം. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യവസായ അന്തരീക്ഷം ഒരുങ്ങി വരാനുള്ളൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഒരുക്കാൻ ഇവർ തയ്യാറല്ല. ഇനി നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിലാണെങ്കിൽ വ്യാപാര വ്യവസായ കർഷക വൃത്തിക്ക് വേണ്ട അനുകൂലമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ടത് രാജാവിൻ്റെ കടമകളിലൊന്നാണ്. വൈശ്യരെന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇൻകം ജനറേറ്റേഴ്സാണ് അവർ. അവരാണ് വരുമാനം വർദ്ധിപ്പിക്കുന്നത്, അവരാണ് ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കുന്നത്. അവരുണ്ടാക്കുന്ന ധനധാന്യ സമൃദ്ധിയിൽ നിന്നും 1/6 നികുതി സ്വീകരിച്ചുകൊണ്ട് രാജ്യം പരിപാലിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാണ് രാജാവിനുള്ളത്. ആ 1/6 നികുതിയിൽ ഒരു പൈസ പോലും രാജാവിൻ്റെ പേഴ്സണൽ സ്വത്തിന് ഉപയോഗിക്കാനും പാടില്ല, രാജ്യത്തിൻ്റെ സ്വത്തായിട്ട് മാറ്റണം. അപ്പോൾ ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്, നമുക്ക് ഈ വ്യാപാര വ്യവസായങ്ങളും വലിയ രീതിയിലുള്ള കൃഷികളുമൊക്കെ നടത്തുന്നവർ നമ്മുടെ ശത്രുക്കളെല്ലാം മിത്രങ്ങളാണ്. അവർ കൂടി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യം സാമ്പത്തികമായ സാമൂഹികമായ അഭിവൃദ്ധിയിലേക്ക് എത്തൂ, അല്ലെങ്കിൽ എത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തില്ല. ഈ ഒരു സങ്കല്പം ഇന്ത്യയിലുണ്ട്. പക്ഷെ കമ്മ്യൂണിസത്തിലും റഷ്യൻ കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യലിസത്തിൻ്റെ അടിമയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും അത് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് മറ്റേ BBC കൊടുത്ത് അക്കാലത്ത് സംപ്രേഷണം ചെയ്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഈ മറ്റേ ടാറ്റയും ജംഷഡ്ജി ടാറ്റയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും. അപ്പോൾ ടാറ്റയെ ജവഹർലാൽ നെഹ്റു ഒരു നികൃഷ്ട ജീവിയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. കാരണം വിപ്ലവ വിരുദ്ധരാണല്ലോ. അദ്ദേഹമാണെങ്കിൽ റഷ്യൻ സോഷ്യലിസം ഇവിടെ കൊണ്ടുവരണം എന്ന് കരുതി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളുമാണ്. ആ റഷ്യൻ സോഷ്യലിസത്തിൽ മുതലാളിമാരെ ഉന്മൂലനാശം വരുത്തേണ്ടവരാണ്. ഇവിടെ അതിന് ജനങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല എന്ന് മാത്രമേ, അദ്ദേഹം അതിന് അനുകൂലമായിരുന്നു. പക്ഷേ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ ഹിംസയ്ക്കെതിരായതുകൊണ്ട് ആ രീതിയിലുള്ളൊരു കാര്യം നടപ്പിലാക്കാൻ നെഹ്റുവിന് കഴിയുമായിരുന്നില്ല. അതിന് പകരമാണ് അദ്ദേഹം ഈ റഷ്യൻ സോഷ്യലിസത്തിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം, പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ പറഞ്ഞ ആഭാസകരമായ കാര്യം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നമ്മുടെ വ്യവസായവും വളർന്നില്ല, കൃഷിയും വളർന്നില്ല.
സത്യത്തിൽ നമുക്ക് കുറേ നല്ല എൻ്റർപ്രൈനേഴ്സ് എന്ന് പറയാവുന്ന വ്യവസായികളുണ്ടായിരുന്നു, വ്യവസായോന്മുഖമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ടായിരുന്നു. അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ നമ്മുടെ സാമ്പത്തിക രംഗം വലിയ രീതിയിൽ വികസിക്കുമായിരുന്നു. പക്ഷേ ആ വികസനം ഉണ്ടായില്ല. അത് കമ്മ്യൂണിസ്റ്റുകാർ അതിനെ ത്വരിപ്പിടിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം റഷ്യയാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃക റഷ്യയാണെന്ന് ഇവർ പറയുകയും ബുദ്ധിശൂന്യമായ രീതിയിൽ നെഹ്റു അത് വിശ്വസിക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് ഇവിടെ ഒന്നും നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല. ഈ സ്വഭാവം ബംഗാളിലും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി, അതുപോലെ കേരളത്തിലും സ്വാധീനം ചെലുത്തി. അതിൻ്റെ ഫലമായിട്ട് എന്താണെന്ന് വെച്ചാൽ ധനധാന്യ സമൃദ്ധിക്കായി പ്രവർത്തിക്കുന്നവരെ ശത്രുക്കളായും ലാഭം ഉണ്ടാക്കുന്നവൻ പാപിയായും കരുതുന്ന ഒരു സംസ്കാരം ഇവിടെ രൂപപ്പെട്ടു വന്ന്. ലാഭം ഉണ്ടാക്കുന്നത് മഹാപാപമായിട്ട് വന്ന്. അപ്പോൾ ഒരു വ്യവസായത്തിനും നഷ്ടം സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന ലളിതമായ സത്യവർക്ക് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. 100 രൂപ മുടക്കിക്കഴിഞ്ഞാൽ 101 രൂപ കിട്ടണം. 1 രൂപ കിട്ടാനുള്ള ഒരു അവകാശം അയാൾക്കുണ്ടല്ലോ. അയാൾ അത്രയും പണം മുടക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനിവർ പറഞ്ഞൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ ഈ പണമൊന്നും ഇവരുടേതല്ല, നമ്മുടേതാണെന്നാണ്. സർപ്ലസ് വാല്യൂ കൊണ്ടുവരികയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ അധ്വാനമാണ് ഈ കാണുന്നതെന്നാണ്. അങ്ങനെയാണ് 50 വർഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറിയിൽ ജോലിക്ക് കയറിയതിൻ്റെ പിറ്റേന്ന് 18കാരൻ തിരിഞ്ഞു എന്ന് പറയുന്നത് അവൻ്റെ അധ്വാനം കൊണ്ടുണ്ടായതാണ് ഈ ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അവനോട് ചോദിച്ചാൽ പറയും ഇതിന് മുൻപുള്ള തൊഴിലാളി വർഗം എല്ലാം കൂടി ഉണ്ടാക്കിയെടുത്താണെന്ന് പറയും. അതായിക്കോട്ടെ. പക്ഷെ അതിൻ്റെ ഒരു ഫലം എന്താണെന്ന് വെച്ചാൽ വ്യവസായ വിരുദ്ധ മനോഭാവം വളർത്തിയെടുത്ത് ഇവിടെ. അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ളവർ ഇങ്ങോട്ട് വരില്ല. വന്നു കഴിഞ്ഞാൽ ഇവിടെ നിയന്ത്രിക്കുന്നത് ആരാണ്? ബംഗാളിൽ ഇവരെ ഓടിച്ച അതേ ആളുകൾ അല്ല, ഇവരെ നിയന്ത്രിക്കുന്നത് മുഴുവനും ഈ കമ്മ്യൂണിസ്റ്റ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ആ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം എന്തായിട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനിൽ കൊതിയുള്ളവർ ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചല്ലോ സ്വകാര്യ സർവകലാശാല. എന്താ ആരും വരാത്തത്? എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വിദ്യാഭ്യാസത്തിനായി പോകുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ല, ഇവിടെ ഒരു കോഴ്സിന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവൻ പഠിക്കണോ പഠിക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അക്കാദമിക സമൂഹമല്ല, വിദ്യാർത്ഥി സംഘടനകളാണ്. പുറത്തുള്ളവരാണ്, ക്യാമ്പസിന് പുറത്തുള്ളവരാണ്. ക്യാമ്പസിന് പുറത്തുള്ളവരും വിദ്യാർത്ഥി സംഘടിത വിദ്യാർത്ഥി ശക്തി ഇവിടെ ഭരിക്കുകയാണ്. അവൻ പറയാണ് 3 വട്ടം തോറ്റവന് ആ തോറ്റു എന്ന ഒറ്റ കാര്യം കൊണ്ട് ഡിഗ്രി കൊടുക്കാൻ പറയുമ്പോൾ ഡിഗ്രി കൊടുക്കുകയാണ്. അങ്ങനെ ആർഷോക്യം കിട്ടിയ ഒരു MA എന്ന് പറയുന്ന രീതിയിൽ. അമ്മായിയും കുടിച്ച് പാൽക്കഞ്ഞി എന്ന് EMSൻ്റെ ഒരു പ്രയോഗമുണ്ട്. ആ രീതിയിലാണ് ആർഷോക്യം കിട്ടി ഒരു MA ഡിഗ്രി. ഇതെങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ഇവിടെ ഒരു വിദ്യാർത്ഥി ചേരുകയാണെങ്കിൽ 5 വർഷത്തെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 6 വർഷം എടുക്കും. 1 വർഷം എൻ്റെ ജീവിതത്തിൽ 1 വർഷം പോയി. പിന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വിദ്യാഭ്യാസം നിർവഹിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഇവിടെ പഠനം വേണോ വേണ്ടോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? വിദ്യാർത്ഥി സംഘടനകളും സംഘടിത തൊഴിലാളി വർഗവും ചേർന്നിട്ടാണ്. അങ്ങനെ വിദ്യാർത്ഥി സംഘടനകളും സംഘടിത തൊഴിലാളി വർഗവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ പഠനം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ ഇവിടെ ആളുകൾ ഇവിടം വിട്ടുപോകുന്നു. ഇത് തന്നെയാണ് നമ്മുടെ വ്യവസായത്തിനും സംഭവിച്ചിരിക്കുന്നത്. ഒരു വ്യവസായം നടത്തിക്കൊണ്ടു പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം ആരാ തീരുമാനിക്കുന്നത്? മുതലാളിയല്ല, ട്രേഡ് യൂണിയനാണ്. ട്രേഡ് യൂണിയൻ നേതാക്കൾ തീരുമാനിക്കുകയാണ്. ട്രേഡ് യൂണിയൻ നേതാക്കളാണ് പറയുന്നത് ഒരു ഇത് വ്യവസായം വേണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അവരാണ്. അവർ പറയണം ഇന്ന് ഇപ്പം വേണ്ട, ഇന്ന് സമരമാണെങ്കിൽ സമരം. ഈ സമരത്തിൻ്റെയൊക്കെ ഡിമാൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ സുനിലെ? 300% ബോണസ്. 300%? അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചനുസരിച്ച് ബോണസ്. സമരം ഒത്തുതീർക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക, 1 മാസത്തെ ശമ്പളം അഡ്വാൻസായിട്ട് തരിക, 10 ദിവസത്തെ വേതനം ബോണസായിട്ട് അംഗീകരിക്കുക.
20 ദിവസം കൊടുക്കാമെന്ന് അവൻ നേരെ പറഞ്ഞതാണ്. അപ്പോഴാണ് 3 മാസം ഫാക്ടറി അടച്ചിട്ടത് ഈ തൊഴിൽ സമരം കൊണ്ട്. ഇനി അതുമാത്രമാണ്, പണം മുടക്കി എന്നൊരൊറ്റ കാര്യം കൊണ്ട് ആ പണം മുടക്കുന്നവൻ്റെ മാതാപിതാക്കളെ വരെ അഭിസംബോധന ചെയ്തുള്ള തെറിയ വിഷയം കേൾക്കേണ്ടി വരും. അതെ, മൈക്ക് വെച്ച് ആളുകൾ ഇങ്ങോട്ട് വരില്ല. എങ്ങനെ വരും? അതാണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയിട്ടും ബംഗാളിൽ നിന്ന് പോയ ഒരു സ്ഥാപനം പോലും കേരളത്തിലെത്തിയില്ല. നമ്മൾ വ്യവസായ സൗഹൃദമാണെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾ എടുത്തു നോക്ക്. കേരള യൂണിവേഴ്സിറ്റി ഒരു സർവകലാശാല സ്തംഭനത്തിൽ എത്തിക്കുന്നത് ആരാണ്? വിദ്യാർത്ഥി സമരം അല്ലേ? ലോകത്തെവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു സർവകലാശാല പറന്നു പോകുന്നുണ്ടോ? പല സ്ഥലങ്ങളിലും വിദ്യാർത്ഥികളുടെ സമരങ്ങളും ബഹളങ്ങളും ഉണ്ടാകാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതൊരു 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ച് അക്കാദമിക് ലൈഫിലേക്ക് തിരിച്ചു പോകുന്ന. സർവകലാശാല എങ്ങനെ ആര് ഭരിക്കണമെന്ന് വിദ്യാർത്ഥികളാണോ തീരുമാനിക്കേണ്ടത്? അപ്പോൾ വിദ്യാർത്ഥികളാണ്. എന്ത് സിലബസ് വേണം വിദ്യാർത്ഥികൾ തീരുമാനിക്കും. എങ്ങനെ പരീക്ഷ എഴുതണം വിദ്യാർത്ഥികൾ തീരുമാനിക്കും. എങ്ങനെയാണ് ഇവാലുവേഷൻ നടത്തേണ്ടത് വിദ്യാർത്ഥികൾ തീരുമാനിക്കും. അത് ഒന്ന് പരിതാപകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിൻ്റെ ഫലമായിട്ടാണ് 55,000-ലേറെ സീറ്റുകൾ വേക്കൻ്റായി കിടക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് കണക്ക് പറയുന്നത്. ചേരാൻ വിദ്യാർത്ഥികളില്ല. ഇവിടുന്ന് ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന, ഇവിടെ തൊഴിലെടുക്കുന്നൊരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ഒരു വളരെ വലിയ രീതിയിലുള്ളൊരു ഒരു വ്യാപനമുണ്ട്. ഒരു സർക്കാർ ഓഫീസിൽ ഒരാൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അവനെ ഏതാണ്ട് അടിമയായിട്ട് പെരുമാറുന്നത് ആരാണ്? ഈ NGO സഹാക്കളാണ് അല്ലേ? നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വന്നിരിക്കുന്നു എന്നൊരു മനോഭാവമാണ്. അതായത് അവർ ചെയ്യേണ്ട പണി അവർ ചെയ്യേണ്ടതില്ല എന്നും അങ്ങനെ പണി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യൂണിയൻ്റെ സംരക്ഷണമുണ്ട് എന്നും ഉറപ്പ് വന്നിട്ടാണ്. ഇവിടെ ആരോഗ്യ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട് ആരും ചർച്ച ചെയ്യാതിരുന്നത്. എന്താണെന്നറിയാമോ? ഈ കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ, ആ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ ജനറൽ ഹെൽത്ത്, ഇപ്പം എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഇല്ല, ആരോഗ്യവകുപ്പ്. ആ ആരോഗ്യവകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് NGO യൂണിയനാണ്. എത്രയോ കൊല്ലമായിട്ട്, കഴിഞ്ഞ 30 കൊല്ലമായിട്ട് അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് NGO യൂണിയനാണ്. മന്ത്രിയല്ല, ദൈവം പറഞ്ഞാലും അവരനുസരിക്കില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിരിക്കുമ്പോൾ എനിക്കൊരു അനുഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമായി സംവരണം ചെയ്ത് മാറ്റിവെച്ചിരുന്നതും അവിടെ നികത്തപ്പെടാത്തതുമായ 373 വേക്കൻസികളുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഗ്രേഡ് തുടങ്ങി മറ്റേ അസിസ്റ്റൻറ്റ് ഡയറക്ടർ വരെയുള്ള പൊസിഷൻസ്. ഇത് റിപ്പോർട്ട് ചെയ്യുകയോ ഇത് ഫില്ല് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ 25 കൊല്ലം അവിടുത്തെ ഡയറക്ടർമാരായിട്ടിരുന്നത് മുഴുവൻ പട്ടികജാതിക്കാരുമാണ്. എന്നിട്ടും നടക്കാത്തതിൻ്റെ കാരണം ഈ ഡയറക്ടർമാരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻകാരെ അനുസരിക്കില്ല, അവരെ പിടിച്ചു വെക്കുന്നതാണ്. ഇല്ല, അവർ ചെയ്യില്ല. അവസാനം പിന്നെ ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ, അന്ന് രാജീവ് സദാനന്ദൻ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു, ആരോഗ്യവകുപ്പ്. രാജീവ് സദാനന്ദനോട് പറഞ്ഞിട്ട് രാജീവ് സദാനന്ദൻ്റെ നിർദ്ദേശപ്രകാരം രാജീവ് സദാനന്ദൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ വേക്കൻസി PSCക്ക് റിപ്പോർട്ട് ചെയ്യിപ്പിച്ചത്. അവർ ചെയ്യില്ല, കാരണം അവർക്ക് സംരക്ഷണമുണ്ട്. അവർ ഡയറക്ടർ ഒരാളാണ്, ഇവർ 500 പേരാണ്. ആ 500 പേരുടെ കൂടെയാണ് ഈ രാഷ്ട്രീയം നിൽക്കുന്നത്, ഒരാളുടെ കൂടെ ഇല്ല. അഥവാ എതിർത്ത് കഴിഞ്ഞാൽ അവനെ ശരിപ്പെടുത്തി കളയും. അതാണ് സംഘടിതമായിട്ടുള്ളത്. ആ സംസ്കാരം നിലനിൽക്കുമ്പോൾ ഇവിടെ ആരും വരാൻ പോകുന്നില്ല. ഇനി പരവതാനി പിടിച്ചുകൊണ്ട് ഈ മുഖ്യമന്ത്രി എന്തെല്ലാം പറഞ്ഞാലും വ്യവസായം മാത്രം വരില്ല. കാരണം കയ്യിലിരുന്ന പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ച് വീട്ടിൽ വളർത്തേണ്ട ഒരു കാര്യവുമില്ല എന്ന് അവർ തീരുമാനിക്കും.
അങ്ങനെ അവരെ കുറ്റം പറയാൻ കേരളത്തിലെ അനുഭവങ്ങൾ അവർക്ക് കേരളത്തിലെ അനുഭവങ്ങൾ അത് തന്നെയാണ്. പൂട്ടിക്കിടക്കുന്ന ഇത് പറഞ്ഞാൽ പറയും, ഇത് പറഞ്ഞാൽ എന്ത് പറയുമെന്നറിയാമോ? കേരളം നന്നാകുന്നത് കൊണ്ടുള്ള അസഹിഷ്ണുത കൊണ്ട് പറയുന്നതല്ല സഖാവേ, നിങ്ങളുടെ കയ്യിലിരിപ്പ് അത്ര മോശമായതുകൊണ്ട് പറഞ്ഞു പോകുന്നു. ഇത് പറഞ്ഞാൽ കിട്ടുന്ന പേരാണ് സംസ്ഥാനദ്രോഹി. സംസ്ഥാനദ്രോഹി. നിങ്ങളുടെ കയ്യിലിരിപ്പ് അത്ര മോശമായതുകൊണ്ട് വരുന്നതാണ്. ഇപ്പോഴത്തെ ഒരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഉത്തമ മാതൃക എന്ന് പ്രതിപക്ഷമായ കോൺഗ്രസും കരുതുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.